സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബീം കോളം ഡിസൈൻ ആൻഡ് ബീം ഫ്രെയിം കണക്ഷൻ ആണ്. ഇത് അഡ്വാൻസ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് കോഴ്സിലെ മൊഡ്യൂൾ 4 ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഡീറ്റെയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐ വിൽ ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് കണക്ഷൻസ് ആൻഡ് ബീം കോളം കണക്ഷൻസ്, ക്ലീറ്റ് ആംഗിൾസ്, ബോൾട്ടിംഗ്, വെൽഡിംഗ്, അങ്ങനെ ടൈപ്സ് ഓഫ് കണക്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. സോ ഇപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇറ്റ്സ് എ കണക്ഷൻ. ഓക്കെ, ഇറ്റ്സ് എ ബീം കോളം ജോയിന്റ് പോർഷൻ. അതിനകത്ത് ഒരു കോളം പോർഷൻ ഇറ്റ്സ് കണക്റ്റഡ് ടു എ ബീം പോർഷൻ, ആൻഡ് ടു കണക്ട് ദിസ് ബീം ആൻഡ് കോളം there is a cleat angle. Cleat angle is shown here. Okay, so when we consider a steel structure, usually for any sections, there will be a flange and a web. വെബ് പോർഷനും ഉണ്ടാവും, ഫ്ലാഞ്ച് പോർഷനും ഉണ്ടാവും. എല്ലാ കേസിലും ഒന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ സെക്ഷന്റെ കേസിൽ വി ഹാവ് ബോത്ത് വെബ് ആൻഡ് ഫ്ലാഞ്ച് സെക്ഷൻസ്, ഓക്കെ, portions. And there are few terms mentioned here. The first one is pitch. Pitch is actually the distance between two immediate bolts or connections. Okay, so usually the maximum length of the cleat angle h dash will be h minus 2 into flange thickness. അതായത് എങ്ങനെയാ വന്നത്? h dash എന്ന ഒരു ലെങ്ത്, അതാണ് ഈ ക്ലീറ്റ് ആംഗിളിന് വരാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്. ഓക്കെ, ക്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബീമിനും കോളത്തിനും ഇടയ്ക്കുള്ള ഒരു കണക്ഷൻ, ഒരു പ്ലേറ്റ് ആണ്, ആംഗിൾ ആണ്, ആംഗുലർ സെക്ഷൻ ആണ്. സോ അതിന് വരാവുന്ന മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ h dash ആണ്. h ഡാഷിന്റെ വാല്യൂ വിൽ ബി മാക്സിമം എച്ചിൽ നിന്ന് 2 times thickness of flange കുറച്ചു കഴിഞ്ഞാൽ we get the maximum length of h dash. Okay, so going on, this figure is actually a front view, and coming to the cross sectional view. Okay, ഇത് കാണുന്നുണ്ട്, ഒരു ഐ സെക്ഷൻ ആണ് ബീമിന്റെ. ബീം നേരെ ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അത് നേരെ ചെന്നൊരു കോളത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കോളത്തിന്റെ ഫ്ലാഞ്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, ഇതിന്റെ ബാക്ക്. സോ അതിനകത്ത് വെബ് പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ ബീമും കോളവും തമ്മിൽ കണക്ട് ചെയ്ത് ദർ ഈസ് എ ക്ലീറ്റ് ആംഗിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബോൾട്ട് ബീമിലേക്കും കൊടുത്തിട്ടുണ്ട്, കോളത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടാണ് ആ കണക്ഷൻ പ്രോപ്പർ ആവുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ബീമിലേക്കുള്ള കണക്ഷനകത്ത് ഡബിൾ ഷിയർ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടും കോളവുമായിട്ടുള്ള കണക്ഷനിൽ സിംഗിൾ ഷിയർ കണക്ട് ചെയ്യുന്നതായിട്ടുമാണ് അസ്യൂം ചെയ്യുന്നതല്ല ആക്ച്വലി. അവിടെ യൂഷ്വലി ഡബിൾ ഷിയർ, ഡബിൾ സർഫസ് വരുന്നത് കാരണം ഡബിൾ ഷിയർ എന്നുള്ള രീതിയിലാണ് ബീം കണക്ഷൻ. കോളം കണക്ഷനിൽ സിംഗിൾ ഷിയർ ആണ് കണക്ട് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ ഡിസൈൻ ഓഫ് ക്ലീറ്റ് ആംഗിൾ, നമുക്ക് ചെയ്യാനുണ്ട് ക്ലീറ്റ് ആംഗിളിന്റെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലീറ്റ് ആംഗിളിന്റെ ഡിസൈനിലേക്ക് പോകണം. സോ ഡിസൈനിനകത്ത് ആദ്യം നമുക്ക് അറിയേണ്ടത് തിക്നെസ് ആണ്. തിക്നെസ് ഓഫ് ക്ലീറ്റ് ആംഗിൾ പറയുന്നുണ്ട്. യൂഷ്വലി നമ്മൾ അത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ വി കൺസിഡർ ദ ഫാക്ട് ദാറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ബെയറിംഗ് ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ സിംഗിൾ ഷിയർ. അത് രണ്ടിന്റെ കേസ് നമ്മൾ എപ്പോഴും സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ ആണ്. ദാറ്റ് വി ക്യാൻ ഇക്വേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ബെയറിംഗ് ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ സിംഗിൾ ഷിയർ. അപ്പൊ ആ രീതിക്ക് വരുമ്പോൾ നമുക്ക് IS 800 2007 വി ഹാവ് എ ക്ലോസ് 10.3.4. അതിനകത്ത് പറയുന്നുണ്ട്, I'll show you. Close 10.3.4, bearing capacity of the bolt is equal to VDPB is equal to VNPB by gamma MB, where VNPB is equal to nominal bearing capacity, bearing strength of a bolt is equal to 2.5 kb dt FU. ഇതെന്താണ് ടേംസ് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. KB is a smaller value of these three terms, and FU D യുടെ വാല്യൂ, FU എന്താണ്, FUB എന്താണ്, D എന്താണ്, T എന്താണ്, അതെല്ലാം പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ we have as per the clause 10.3.4 the bearing capacity വാല്യൂ ഉണ്ട്. ഈ ഫോർമുല ശ്രദ്ധിക്കണം, VNPB is equal to 2.5 kbd T FU. And
ഇതിന് തൊട്ട് മുന്നേ 10.3.3 ശ്രദ്ധിക്കുക. ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് VNSB, നോമിനൽ ഷിയർ കപ്പാസിറ്റി ഓഫ് എ ബോൾട്ട്, പർട്ടിക്കുലർ ബോൾട്ട് എന്ന് പറയുന്നത് VNSB is equal to FU/√3 NN ANB പ്ലസ് NS ASB എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് we can equate each other, and from that we can have the value of T. T എന്ന് പറഞ്ഞാൽ thickness of cleat angle ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് തിക്നെസ്സിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. ഓക്കെ, മാക്സിമം ലെങ്ത് ആസ് ഐ ടോൾഡ് ബിഫോർ, മാക്സിമം ലെങ്ത് ഓഫ് ക്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എച്ചിൽ നിന്ന് 2 തവണ ഫ്ലാഞ്ച് തിക്നെസ് കുറയ്ക്കുക. ആ രീതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്ലീറ്റ് ആംഗിളിന്റെ മാക്സിമം ലെങ്ത് അത്ര വരെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്ലീറ്റ് ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് സെർച്ച് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇപ്പൊ ഈ ഫിഗറിൽ നോക്കുക, ദിസ് ഇസ് എ ക്ലീറ്റ് ആംഗിൾ. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം അതേപോലെ ഈ ഒരു ഫിഗർ നോക്കുക, ഒരു ബീം വന്നിട്ട് ഒരു കോളത്തിലേക്ക് ചേരുമ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് വി വിൽ ഹാവ് എ ക്ലീറ്റ് ആംഗിൾ. ആ ക്ലീറ്റ് ആംഗിളിന്റെ രണ്ട് സൈഡിലും, അത് ബീമിന്റെ പാർട്ടിലേക്കും കോളത്തിന്റെ പാർട്ടിലേക്കും ദർ വിൽ ബി കണക്ഷൻസ് അല്ലേ. അപ്പൊ ബോൾട്ടിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലീറ്റ് ആംഗിളിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം. സോ പ്രോബ്ലം വഴി വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഡിസൈൻ ഗോസ്. ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: an ISLB 300 carrying UDL of 50 kilonewton per meter has effective span of 8 meter. This is to be connected to the web of girder ISMB 450. Design the framed connection using 20 mm bolt of property class 4.6. Adopt ultimate and yield strength of material 410 megapascal and 250 megapascal respectively. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ISLB 300 ഉണ്ട്, അതിൽ UDL ആക്ട് ചെയ്യുന്നു 15 kilonewton per meter, അതിന്റെ സ്പാൻ 8 മീറ്റർ ആണ്. സോ ഇതിലേക്ക് ഒരു ISMB 450 കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെബ് ഓഫ് ഗേർഡ് ISMB 450 കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന മറ്റ് കണ്ടീഷൻ എന്താണ്? 20 mm ബോൾട്ട് ഉപയോഗിക്കണം. പ്രോപ്പർട്ടി ക്ലാസ് 4.6. ഈ 4.6 എന്താണെന്നുള്ളത് ഐ വിൽ ടെൽ യു ലേറ്റർ. അഡോപ്റ്റ് അൾട്ടിമേറ്റ് ആൻഡ് yield സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 410ഉം yield സ്ട്രെങ്ത് 250ഉമായിട്ട് മെറ്റീരിയലിന്റെ എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണക്ഷൻ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഗിവൺ വാല്യൂസ് W is equal to 50 kilonewton per meter, UDL ആണ്. D is equal to 20 meter. കാര്യം എന്താണ്? അവിടെ യൂസ് 20 mm ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ D naught will be 20 plus 2. അതിന്റെ എക്സ്ട്രാ വരുന്ന പേജ് നമ്പർ 73 ഓഫ് IS 456 പറഞ്ഞിട്ടുണ്ട്. I'll take that. So this is as per table 19. നമ്മളുടെ fastener diameter 20 mm ആയതുകൊണ്ട് തന്നെ we have a standard clearance diameter of extra width to be provided is 2, and so correspondingly we are considering 2 more mm extra for D naught, and L, as per the question, the span is 8 meter, FU is 410, FY is 250. അത് മെറ്റീരിയലിന്റെ ആണ്. ഓക്കെ, പക്ഷേ ബോൾട്ടിന്റെ കേസിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഓഫ് പ്രോപ്പർട്ടി ക്ലാസ് 4.6 എന്ന്. ഇവിടെ കാണുന്നുണ്ടല്ലോ 4.6. 4.6 എന്തായിരുന്നു? അതിന്റെ അൾട്ടിമേറ്റ് ബോൾട്ടിന്റെ കപ്പാസിറ്റി 400 മെഗാപാസ്കലും അതിന്റെ yield വാല്യൂ 0.6 ടൈംസ് 400 ആണ്, അതായത് 240 ആയിരിക്കും. അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ 5.6 എന്നാണ് തന്നിരുന്നതെങ്കിൽ you have to consider FUB is 500 and the yield value will be 0.6 times 500. So ആ രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാൻ. So we are considering the properties of the given sections ISLB 300 and ISMB 450. ISMB 300 beam and ISMB 450 column. So അവിടെ ഓരോ as per steel table you have to take the steel table
and you get the values of both ISLB 300 and ISMB 450. അതിൽ നിന്ന് നമുക്ക് എച്ചും ബിയും ഫ്ലാഞ്ചിന്റെ തിക്നെസ്സും വെബിന്റെ തിക്നെസ്സും എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ എഴുതി. So then next step will be the design of connection of cleat angle with beam. നമുക്ക് cleat angle എന്ന് പറയുന്ന ഭാഗം I'll show you. ഈ ഫിഗർ നോക്കുക, ക്ലീറ്റ് ആംഗിളില് ബീമിലേക്കും, ക്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു എൽ ഷേപ്പ് പോലെയാണ്. അതിന്റെ ഒരു ഭാഗം ബീമിലേക്കും മറുഭാഗം കോളത്തിലേക്കും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബോൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡിസൈൻ ഓഫ് കണക്ഷൻ ഓഫ് ക്ലീറ്റ് ആംഗിൾ വിത്ത് ബീം ചെയ്യണം, അതേപോലെ ഡിസൈൻ ഓഫ് കണക്ഷൻ ഓഫ് ക്ലീറ്റ് ആംഗിൾ വിത്ത് കോളവും ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും സ്റ്റീലിനകത്ത് ചെയ്യുന്ന പോലെ ഷിയർ കപ്പാസിറ്റി നമ്മൾ ആദ്യം ചെയ്യണം. ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് ആസ് പെർ പേജ് നമ്പർ 75. I'll take 1 second. So നോക്കുക, VDSP is equal to bearing capacity of the bolt, sorry, shear capacity of the bolt is equal to, ഇവിടെ നോക്കുക, close 10.3.3. VDSB is equal to VNSB by gamma MB, where VNSB is equal to FU by root 3 NM ANB plus NS ASB. ഓക്കെ, സോ അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ASB NS ASB 0 ആയിട്ടാണ് വരുന്നത്. NS ASB എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, നോമിനൽ പ്ലെയിൻ ഷാങ്ക് ഏരിയ ഓഫ് ദ ബോൾട്ട്. സോ നമ്മൾ അവിടെ അത് ഇവിടെ ഈ കേസിൽ നമ്മൾ അത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മളിവിടെ എടുക്കുന്ന ബാക്കിയുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് ഓൾ അതർ വാല്യൂസ്. സോ VDSB നമ്മൾ കണ്ടുപിടിക്കുന്നു, VNSBയിൽ നിന്ന് VDSB കണ്ടുപിടിക്കുന്നു. സോ വി ഗോട്ട് ദ വാല്യൂ ആസ് 90. അതിനുശേഷം ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് അഗൈൻ 10.3.4 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 10.3.4. ആ 10.3.4ൽ VDPB is equal to VNPB by gamma MB. VNPB എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2.5 KB D T FU. സോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഓരോ ടേംസും പറയുന്നുണ്ട്. KB കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു കൺസിഡർ E by 3D0 അല്ലെങ്കിൽ P by 3D0 minus 0.25 അല്ലെങ്കിൽ FUB by FU അല്ലെങ്കിൽ 1. ഈ പറഞ്ഞ 4 വാല്യൂസിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ E by 3D0, I'll show you the solution. ഇപ്പൊ ഇവിടെ നോക്കുക, ബെയറിംഗ് കപ്പാസിറ്റിക്ക് നമുക്ക് KB എന്നുള്ള വാല്യൂ വേണം. അതിനകത്ത് 4 വാല്യൂസ് ഉണ്ട്. സോ എപ്പോഴും ഈ KB എന്നുള്ള വാല്യൂ 4 രീതിയിൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് എന്താണ്, E by 3D0. ഇപ്പൊ ഇയുടെ E എന്ന് പറഞ്ഞാൽ എന്താ, എൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ ഫാസ്റ്റനർ along the bearing direction. P എന്ന് പറഞ്ഞാൽ പിച്ച് ഡിസ്റ്റൻസ് ഓഫ് ദ ഫാസ്റ്റനർ along bearing section ആണ്. അപ്പോ ഇയുടെ വാല്യൂ we have to find it as per clause 10.2.4.2. 10.2.4.2. I'll take that. So 10.4.2.2 പറയുന്നുണ്ട്, the minimum edge and end distance from the center of any hole to the nearest edge of the plate. പ്ലേറ്റിന്റെ എഡ്ജിലേക്ക് ഒരു ബോൾട്ടിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരം shall not be less than 1.7 times the hole diameter അല്ലെങ്കിൽ 1 times the hole diameter in case of rolled machine flame cut ആണെങ്കിൽ 1.5 times diameter എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹോൾ ഡയമീറ്ററിന്റെ 1.5 times. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതാണ് ഇവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1.5 D0. ഓക്കെ, സോ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആസ് പെർ ക്ലോസ് 10.2.4.3. തൊട്ടടുത്ത ക്ലോസ് ആണ്. സോ ഇവിടെ പറയുന്നുണ്ട് മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസ് ടു ദ നിയറസ്റ്റ് ലൈൻ ഓഫ് ഫാസ്റ്റനസ് ഫ്രം an edge of any unstiffened part should not exceed 12 times T epsilon. സോ അവിടെ ഈ വാല്യൂ ഇവിടെ നോക്കുക, 250 by FY the whole raised to 1/2. സോ ഈ സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ
മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ രണ്ട് വാല്യൂസിൽ രണ്ട് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തപ്പോൾ 37.4. സോ ഈയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, 40 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ അതിനുശേഷം പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമ്മീഡിയറ്റ് പോൾസ്. സോ അതിനകത്ത് അഗെയിൻ 10.2.2 ക്ലോസ് 10.2.2 പറയുന്നുണ്ട്, the distance between centers of fasteners shall not be less than 2.5 times the nominal diameter എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, we got the value of P as 50. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ നമ്മൾ എക്സ്ട്രാ എടുത്തു. അപ്പോൾ അതിൽ നിന്ന് കെ ബിയുടെ വാല്യൂ പല രീതിയിൽ നമ്മൾ കെ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, സോ അതിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ 0.606 എന്ന വാല്യൂ കെ ബി നമ്മൾ എടുത്തു. അതിൽ നിന്ന് വി എൻ പി ബി കണ്ടുപിടിച്ചു. ഇത് കോഡിനകത്ത് ഡയറക്റ്റ് ഉള്ളതാണ് വി എൻ പി ബി. വി എൻ പി ബി കിട്ടിയാൽ വി ഡി പി ബി നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് ബൈ ഗാമ എം ബി. ഗാമ എം ബി ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, അത് 1.25 ആണ്. സോ അതിൽ നിന്ന് നമ്മൾ എടുത്തു സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് ആർ ഇസ് ഇക്വൽ ടു 66.587 കിട്ടി. ഇനി എപ്പോഴും നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്പർ ഓഫ് ബോൾട്ട് ഇസ് ഇക്വൽ ടു എഫ് യു ബൈ ആർ. എഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് റിയാക്ഷൻ ആണ് എഫ് യു എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഡബ്ല്യു എൽ ബൈ ടു. ഇവിടെ യു ഡി എൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് റിയാക്ഷൻ വിൽ ബി ഡബ്ല്യു എൽ ബൈ ടു. ഡബ്ല്യുവിന്റെ വാല്യൂ നമുക്കറിയാം, എല്ലിന്റെ വാല്യൂ 8 ആണെന്നറിയാം. സോ ഡബ്ല്യു എൽ ബൈ ടു നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നു. അതിൽ നിന്ന് 200 എന്നുള്ള വാല്യൂ കിട്ടുന്നു. ഫാക്ടേർഡ് ലോഡ് ബി ഡി ഈസ് ഈക്വൽ ടു അതിന്റെ ഒരു 1.5 ടൈംസ്. നമ്മൾ എപ്പോഴും ആക്ട് ചെയ്യുന്ന ലോഡിനേക്കാൾ കുറച്ച് എക്സ്ട്രാ എടുക്കണമല്ലോ. സോ 1.5 ടൈംസ് എടുത്തു. സോ 300 kilonewton will be the factored load. സോ നമുക്ക് നമ്പർ ഓഫ് ബോൾട്സിന്റെ ഫോർമുല എന്തായിരുന്നു ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നത്? നമ്പർ ഓഫ് ബോൾട്സ് എന്ന് പറഞ്ഞാൽ എഫ് യു ബൈ ആർ ആണ്. എഫ് യു ബൈ ആർ എന്ന് പറഞ്ഞാൽ വേർ എഫ് യു ഇസ് ദ മാക്സിമം സപ്പോർട്ട് റിയാക്ഷൻ, അതായത് വിത്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്ട്രെങ്ത്. ഓക്കെ, ആർ ഓൾറെഡി സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആർ ഇസ് ഈക്വൽ ടു 66 എന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സോ ആ രീതിയിൽ നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്പർ ഓഫ് ബോൾട്സ് ഇസ് ഈക്വൽ ടു 300 ബൈ 66.587 എടുത്തു. അങ്ങനെ വി ഗോട്ട് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ബോൾട്സ് ആസ് 4.5 വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5. സോ ഇതേപോലെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഡിസൈൻ ഓഫ് കണക്ഷൻ ഓഫ് ക്ലീറ്റ് ആംഗിൾ വിത്ത് ബീം ആയിരുന്നു. ഇതേപോലെ ഡിസൈൻ ഓഫ് കണക്ഷൻ ഓഫ് ക്ലീറ്റ് ആംഗിൾ വിത്ത് കോളം ചെയ്യണം. സോ അതിനുവേണ്ടി ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് സിംഗിൾ ഷിയർ. നമ്മൾ എപ്പോഴും പറഞ്ഞു കോളത്തിന്റെ കേസിൽ വി വിൽ കൺസിഡർ സിംഗിൾ ഷിയർ. ഇൻ കേസ് ഓഫ് ബീം വി കൺസിഡർ ഡബിൾ ഷിയർ. സോ ഇതേപോലെ തന്നെ വി ഡി എസ് ബി ഇസ് ഈക്വൽ ടു വി എൻ എസ് ബൈ എസ് ബി ബൈ ഗാമ എം ബി. ഇതിനകത്ത് വാല്യൂസ് ഏറെക്കുറെ നമ്മൾ ബീമിന്റെ കേസിൽ ചെയ്ത അതേപോലെയാണ്, പക്ഷെ സെക്ഷൻ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും, തിക്നെസ് ചേഞ്ച് ചെയ്യും. അങ്ങനെ സെക്ഷൻ മാറുന്ന അനുസരിച്ച് ഇപ്പോൾ കോളത്തിന്റെയും ബീമിന്റെയും രണ്ട് സെക്ഷൻസ് ആയത് കാരണം എന്താണ് അതിന്റെ രണ്ട് സെക്ഷൻസ് ആണല്ലോ കൺസിഡർ ചെയ്തേക്കുന്നത് ബീമിനും കോളത്തിനും. ഒന്ന് ഐ എസ് എൽ ബി ആണ്, ഒന്ന് ഐ എസ് എം ബി ആണ്. സോ അതുകൊണ്ട് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും, പ്രൊസീജിയർ സെയിം തന്നെയാണ്. സോ സിമിലർലി വി ഗെറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് in R in the connection to column as 45 kilonewton, 45.27 kilonewton. Again, number of bolts FU is equal to FU by R, where FU is the support reaction WL by 2 into 1.5 ചെയ്ത ആ ഒരു വാല്യൂ ആണ് FU. R എന്ന് പറഞ്ഞ സ്ട്രെങ്ത് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ബോൾട്സ് എന്ന് പറയുന്നത് 6.6 ആണ് കിട്ടുന്നത്. നമ്മൾ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 7 എടുത്തു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് 7 കിട്ടിയത്. പക്ഷെ നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ അറിയാം നമുക്ക് രണ്ട് സൈഡിലും ഒരു കോളത്തിലേക്കുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ ഷോ യു. ഇപ്പൊ കോളത്തിലേക്കുള്ള കണക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും ബോൾസ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിനെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ,
n/2 ആക്കുന്നു 3.5. അപ്പോൾ രണ്ട് സൈഡിലും 4 ബോൾസ് വീതം കൊടുക്കുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിംഗിൾ ഷിയർ എടുത്തതും. സോ ലെങ്ത് ഓഫ് ക്ലീറ്റ് ആംഗിൾ, നമ്മൾ എത്ര ലെങ്തിൽ ക്ലീറ്റ് ആംഗിൾ കൊടുക്കണം, അതാണ് മാക്സിമം ലെങ്ത് മാക്സിമം ലെങ്ത് ഇസ് ഈക്വൽ ടു h മൈനസ് 2f. ഓക്കെ, അപ്പൊ മൊത്തം h ആണ് ബീമിന്റെ ടോട്ടൽ ഹൈറ്റ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ഫ്ലാഞ്ച് കുറയ്ക്കണം. 300 മൈനസ് 2 ഇൻറ്റു 9.4 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ 9.4 വാല്യൂ സ്റ്റീൽ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. സോ എച്ച് ഡാഷിന്റെ വാല്യൂ 281 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് നമുക്ക് കിട്ടിയ മാക്സിമം എച്ച് ഡാഷ് വാല്യൂ ആണ്, അതായത് മാക്സിമം ക്ലീറ്റ് ആംഗിളിന് കൊടുക്കാൻ പറ്റുന്ന ലെങ്ത് ആണ് 281.2 mm എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത്രയും കൊടുക്കണം നിർബന്ധമില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇത് നോക്കുക, ഈ ബീം വന്ന് കോളത്തിലേക്ക് ഒരു കണക്ഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പാർട്ടും, അതായത് ബീമിന്റെ പാർട്ടും കോളത്തിന്റെ പാർട്ടും കൺസിഡർ ചെയ്യണം. അപ്പോ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട് എങ്ങനെയായിരുന്നു, ഒരു ബീമിന്റെ പാർട്ടിൽ ക്ലീറ്റ് ആംഗിളിൽ 5 ബോൾട്ട് ആണുള്ളത്. അപ്പൊ അത് 5 ബോൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോളത്തിന്റെ പാർട്ടിൽ വരുന്ന സമയത്ത് 4 ബോൾട്ട് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിൽ 4 ബോൾട്ടുമാണ്, മൊത്തം 8 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ നോക്കുക, നമുക്ക് ക്ലീറ്റ് ആംഗിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 40 ആണ്, പിച്ച് 60 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഏറ്റവും അറ്റത്തെ ബോൾട്ടിൽ നിന്ന് ഉള്ള എൻഡ് ഡിസ്റ്റൻസ് 40 നമ്മൾ എടുത്തു. ഈ ബോൾട്ടും അടുത്ത ബോൾട്ടും തമ്മിലുള്ള ദൂരം 60 എടുത്തു. അതിനുശേഷം അതേപോലെ വീണ്ടും ഒരു 60 വന്നു, പിന്നെ അടുത്ത എഡ്ജിലേക്ക് 40 വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കണം ലെങ്ത് ഓഫ് ക്ലീറ്റ് ആംഗിൾ. നമ്മൾ ആ ബീമിലോട്ടുള്ള കണക്ഷനെ വെച്ച് നോക്കുമ്പോൾ അതായിരിക്കണം ലെങ്ത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 40 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 40 200 വന്നു. പക്ഷെ നമുക്ക് മാക്സിമം 281 വരെ പറ്റും. സിൻസ് ദിസ് ഇസ് 200 വിച്ച് ഇസ് ലെസ് ദാൻ 281, ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാത്ത വാല്യൂ ആണ്. ഇതേപോലെ കോളത്തിന്റെ പാർട്ടിൽ നോക്കിക്കേ, കോളത്തിന്റെ പാർട്ടിൽ വരുമ്പോൾ നമുക്ക് 4 ബോൾട്ട് ആണ് കോളത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 4 ഉണ്ട്, അപ്പുറത്തെ സൈഡിലും 4 ഉണ്ട്. ഓക്കെ, സോ അത് സെയിം തന്നെ ആയിരിക്കും. അപ്പോ ഏറ്റവും അറ്റത്തെ ബോൾട്ടിൽ നിന്ന് എൻഡിലേക്ക് 40 ഇവിടെ എടുത്തു, പിന്നെ 2 ബോൾട്ട് തമ്മിലുള്ള ദൂരം 60, വീണ്ടും ഒരു 60, വീണ്ടും ഒരു 60, പിന്നെ ഏറ്റവും അറ്റത്തെ ബോൾട്ടിൽ നിന്ന് എഡ്ജിലേക്ക് 40. ഓക്കെ, അപ്പോ 40 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 40 ആണ് വരുന്നത്. അതെല്ലാം കൂടെ എത്ര വരുന്നു, 260 ആണ്. എഗെയിൻ ഇറ്റ് ഈസ് ലെസ് ദാൻ 281.2. അപ്പോ ആലോചിച്ച് നോക്കിയാൽ ക്ലീറ്റ് ആംഗിളിൽ നമുക്ക് വേരിയസ് ലെങ്ത് കൊടുക്കാൻ പറ്റും. ഒറ്റ ലെങ്തിൽ കൊടുക്കുമ്പോൾ ഇതിനകത്തെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ നമ്മൾ അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 200 ഉണ്ട്, 260 ഉണ്ട്. അപ്പൊ എല്ലാ ബോൾട്ടിനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ ഹയസ്റ്റ് വാല്യൂ. അപ്പൊ 260 എന്ന വാല്യൂ ആണ് നമ്മളിവിടെ ലെങ്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ലെങ്ത് കിട്ടി. സോ കമ്മിങ് ടു തിക്നെസ്സിലേക്ക് വരുമ്പോൾ VD is equal to Fy by gamma, so √3 gamma m0 h into 2t. സിംപ്ലി ഇത് പറഞ്ഞാൽ നമുക്ക് തിക്നെസ് ആണ് വേണ്ടത്. അപ്പോ അതിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അതിന്റെ ലെങ്ത് ക്ലീറ്റ് ലെങ്ത് ഉണ്ട്, സോ തിക്നെസ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ VD-യുടെ വാല്യൂ 300, Fy 250. അങ്ങനെ നമുക്ക് വാല്യൂസ് എല്ലാം കൺസിഡർ ചെയ്ത് എച്ചിന്റെ വാല്യൂ ഓൾറെഡി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് എടുത്തു. 2t എടുക്കാനുള്ള റീസൺ ഡബിൾ ഷിയർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ 2 into t അങ്ങനെ നമ്മളിവിടെ എടുത്തു. അങ്ങനെ നമുക്ക് ടിയുടെ വാല്യൂ 4.69, ഒരു നിയറസ്റ്റ് വാല്യൂ എന്നുള്ളത് 6 mm. ഓക്കെ, എടുക്കുകയാണ്. ലെങ്ത് ഓഫ് ആംഗിൾ അലോങ് ബീം വരുമ്പോൾ 40 പ്ലസ് 60 പ്ലസ് 40 ആണ്. അത് ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. അത് വന്നിരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു ചെക്ക് ദിസ് വാല്യൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ ആംഗിൾ ലെഗ് അലോങ് ബീം. ഈ ആംഗിളിന്റെ അലോങ് ക്ലീറ്റ് ആംഗിളിന്റെ ലെങ്ത് അലോങ് ബീം വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്തത്,
ഈ ലെങ്ത് നമുക്ക് ഓൾറെഡി ഈ വെർട്ടിക്കൽ ലെങ്ത് ഉണ്ട്, ലെങ്ത് ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. ഈ അലോങ് ബീം ലെങ്ത് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എഡ്ജ് ഡിസ്റ്റൻസ് 40 ആണ്, പിന്നൊരു 60 വരുന്നുണ്ട്. സോ അതിനുശേഷം വീണ്ടും ഒരു എഡ്ജ് ഡിസ്റ്റൻസ് 40 വരുന്നുണ്ട്. അതേപോലെ കോളത്തിന്റെ കേസിൽ വരുമ്പോൾ ഒറ്റ റോ മാത്രം, ഒറ്റ കോളം ബോൾസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് വി വിൽ ഹാവ് 40 + 40 80 mm ആയിട്ടാണ് വരുന്നത്. സോ ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ആംഗിൾ സെക്ഷൻ ക്ലീറ്റ് ആംഗിൾ എന്നല്ലേ, ക്ലീറ്റ് ആംഗിൾ. സോ ക്ലീറ്റ് ആംഗിൾ ഈ ഫിഗർ നോക്കുക, ഇറ്റ്സ് ആൻ ആംഗിൾ സെക്ഷൻ അല്ലേ. സോ ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ലെങ്തും രണ്ട് സൈഡിലെ ലെങ്തും തിക്നെസ്സും എല്ലാം കൺസിഡർ ചെയ്തതുകൊണ്ട് വി കൺസിഡർ പ്രൊവൈഡ് ISA 150, 115. അതിനേക്കാൾ കുറച്ച് വലിയ വാല്യൂ സ്ട്രീറ്റ് ടേബിൾ നോക്കിയിട്ട് എടുക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ക്ലീറ്റ് ആംഗിൾ ഡിസൈൻ പ്രോബ്ലം. സോ ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിന്റെ തന്നെ പ്രൊസീജിയർ, ചെയ്യേണ്ട സ്റ്റെപ്സ് നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ സ്റ്റെപ്സ് പറയാതെ തന്നെ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. അപ്പോൾ ഇതൊന്ന് ഈ സ്റ്റെപ്സ് കൂടി ഒന്ന് പഠിച്ച് വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ.